സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുറേ ലെയറുകളോട് കൂടിയിട്ടുള്ള ഒരു സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുത്താലോ? ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്ര പണിയൊന്നുമില്ല. സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന പണിയൊന്നുമില്ല കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പാൻ കേക്ക് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും 1 കപ്പ് പഞ്ചസാരയും 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ബീറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാല് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എക്സ്ട്രാ നമുക്ക് എത്രയാണോ ലൂസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എനിക്ക് ആ ഒരു 1/4 കപ്പിൻ്റെ ധാരാളമാണ്. അപ്പം നിങ്ങൾ പാലാണ് മുഴുവൻ എടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പാലെടുക്കുക കേട്ടോ. പിന്നെ 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കട്ടില്ലാതെ റെഡിയാക്കി എടുക്കുന്ന ഒരു പാൻ കേക്കിൻ്റെ ഒരു ഇതിലായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരുപാട് ലൂസാക്കുകയും വേണ്ട, ഇനി ടൈറ്റ് ആക്കുകയും വേണ്ട, ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട, ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഇതുപോലത്തെ ഒരു പാനിലാണ്, നോൺ സ്റ്റിക്ക് പാനിലാട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ബബിൾസ് മുഴുവനായിട്ട് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ്. അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുക. ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കുക കേട്ടോ. ഈ രീതിയിൽ എല്ലാം നമുക്ക് ചുട്ടെടുക്കുക. ഒരു 12-13 നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് കിട്ടും. ഈ ചെറിയൊരു പാൻ കേക്കാക്കി ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1-2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1/2 kg അളവിലുള്ള കേക്കിൻ്റെ ഒക്കെ ഒരു സൈസിലാട്ടോ വരുന്നത്. ഇത് കണ്ടോ, നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബേസ് വെക്കാം. അതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് വെച്ചിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. ഒരുപാട് തിക്കായിട്ട് ചേർത്ത് കൊടുക്കണ്ട, അങ്ങനെ കുറഞ്ഞ രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ലെയറും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ക്രം കോട്ടിങ് ചെയ്ത് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടോ. ഞാൻ ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ നിർത്തി വെച്ചതുകൊണ്ട് കേക്ക് ചെയ്തിട്ട് ഭയങ്കര അതിൻ്റെ ഒരു ടച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫിനിഷ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഏകദേശം ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല തണുത്ത കേക്കിന് മുകളിലൂടെ അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ചുമ്മാ ഒന്നും കൂടെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്, ഭംഗിയൊന്നും ആയിട്ടില്ലെങ്കിലും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ഒരു ചെറിയ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുള്ളതുകൊണ്ട് അതൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് കേക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാട്ടോ ഇത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്